ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ആയുർവേദ ഫേഷ്യൽ ചെയ്യുന്നൊരു ക്ലിനിക്ക് ഉണ്ട്. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്ന് പറയുന്ന പോലെയാണ്. ആയുർവേദത്തിലേക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളധികം തിരിഞ്ഞു നോക്കാറില്ല. നമ്മളെന്നല്ല, ഒരു കുറഞ്ഞൊരു വിഭാഗമാണല്ലേ ആയുർവേദത്തിലേക്ക് അങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കുക. പക്ഷേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മുഖത്തായാലും അകത്തായാലും ചെയ്യണേക്കാളും ഒരുപാട് നല്ലതാണ് കേട്ടോ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിന് ഒരു ഹെർബൽ ഫേസ് തെറാപ്പി ഒന്ന് ചെയ്ത് നോക്കാം. തൊട്ടടുത്താണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഭയങ്കര യൂസ്ഫുൾ ആണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമസ്കാരം. ശ്രീലൈച്ചി ആയുർവേദ സെൻ്ററിൻ്റെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ തക്കതായ അറിവുകൾ പകരട്ടെ. ഇന്ന് നമുക്ക് ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന പ്രധാന തകരാറുകൾ, സ്പൈനൽ പ്രോബ്ലംസ്, അതായത് നട്ടെല്ലിനെ ആശ്രയിച്ചുണ്ടാകുന്ന തകരാറുകൾ, വേദന, എല്ല് തേയ്മാനം ഉണ്ടാകുന്നതായ തണ്ടൽ വേദന തുടങ്ങിയവയ്ക്ക് ശ്രീലൈച്ചി ആയുർവേദ സെൻ്ററിൻ്റെ വിദഗ്ധമായ ചികിത്സാക്രമങ്ങൾ ഇവിടെ നടത്തിവരുന്നു. ക്യൂറോപ്രാക്ടർ എന്നുള്ള ആയുർവേദ വിഭാഗത്തിൽ മർമ്മ ചികിത്സയുടെ പ്രത്യേകതയായി പറയാവുന്ന ചികിത്സാക്രമം ശ്രീലൈച്ചി ആയുർവേദ സെൻ്ററിൻ്റെ പ്രത്യേകതയാണ്. ഇതം പ്രഥമമായി ഇരിങ്ങാലക്കുടയിൽ ക്യൂറോപ്രാക്ടർ ചികിത്സ ശ്രീലൈച്ചി ആയുർവേദ സെൻ്റർ നമ്മളുടെ രോഗികൾക്കായി സേവനമൊരുക്കുന്നു. ഡോക്ടർ തേജസ് BAMS ആണ് ആഴ്ചയിൽ 2 ദിവസം രോഗികളെ പരിശോധിച്ച് ചികിത്സ നടത്തിവരുന്നത്. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് വളരെയധികം അത്യാവശ്യമായ പ്രധാന ചികിത്സാക്രമമായി കോസ്മെറ്റോളജി, ആയുർവേദത്തിൻ്റെ സൗന്ദര്യവർദ്ധക ചികിത്സ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മുൻകാലത്ത് ബ്യൂട്ടി പാർലറുകളിൽ തന്നെ പോയി ചികിത്സ തേടിയിരുന്ന ഒരുപാട് സൗന്ദര്യവർദ്ധക കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇന്ന് ആയുർവേദ ഡോക്ടർമാരെ കാണുകയും ത്വക്കിന് വേണ്ടതായ വെണ്മയും മിനുസവും എല്ലാം ആയുർവേദ രീതിയിൽ, സ്വാഭാവികമായ രീതിയിൽ ദോഷരഹിതമായ ആയുർവേദ ഔഷധ തയ്യാറെടുപ്പുകളെ കൊണ്ട് ചെയ്തു വരുന്നു. ശ്രീലൈച്ചി ആയുർവേദ സെൻ്ററിലെ ഹെർബൽ ഫേഷ്യൽ വളരെ വിശേഷപ്പെട്ടതായ ചികിത്സാക്രമമാണ്. വളരെയധികം ആളുകൾ ഈ ഒരു ഫേഷ്യൽ സമ്പ്രദായത്തിൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ, ആയുർവേദ ഔഷധ കൂട്ടുകളെ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ പ്രയോജനം ഡോക്ടർമാരുടെ അടുത്ത് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ശ്രീലൈച്ചി ആയുർവേദ സെൻ്ററിൽ സൗന്ദര്യവർദ്ധക ചികിത്സാ വിഭാഗം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ അനവധി ആയുർവേദ ഡോക്ടർമാർ കോസ്മെറ്റോളജി ഏരിയയിൽ, സ്പെഷ്യാലിറ്റിയിൽ പ്രത്യേക പരിശീലനം സിദ്ധിക്കുകയും പല ആയുർവേദ ക്ലിനിക്കുകളോട് അനുബന്ധമായി കോസ്മെറ്റോളജി പരിശീലനം ലഭിച്ച ആയുർവേദ ഡോക്ടർമാർ ഇവിടെ ചികിത്സ നൽകി വരുന്നു. മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം, നിറവ്യത്യാസം തുടങ്ങിയവയ്ക്കൊപ്പം ഓയിലി സ്കിൻ, അതായത് എണ്ണമയം അധികമായിട്ടുണ്ടാകുന്ന മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ, സ്ഥായിയായ പരിഹാരം ലഭിക്കുന്നതിന് ഉത്തമമായ ചികിത്സാക്രമങ്ങൾ ഈ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സവിശേഷ വിധിയായി വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദീർഘകാലത്തെ ചികിത്സകൾ ആവശ്യമില്ലാത്ത ഓരോരോ വിശേഷ അവസരങ്ങളിൽ നമുക്ക് സൗന്ദര്യ സംവർദ്ധക ചികിത്സ പ്രയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള മീറ്റിങ്ങുകൾക്ക്, പ്രസൻറ്റേഷനുകൾക്ക് വേണ്ട രീതിയിൽ തയ്യാറെടുക്കുന്നത്. മുൻകാലത്ത് സിനിമാഭിനയമോ സീരിയൽ അഭിനയമോ ഉള്ള ആളുകൾ മാത്രം ഉപയോഗിച്ചു വരുന്ന ഈ സൗന്ദര്യ സംവർദ്ധക ചികിത്സാക്രമം ഇന്ന് സാധാരണക്കാരിലേക്ക് വ്യാപകമായ തോതിൽ എത്തിയിരിക്കുന്നു. ശ്രീലൈച്ചി ആയുർവേദ സെൻ്ററിൻ്റെ സൗന്ദര്യ സംവർദ്ധക വീഡിയോ ചിത്രീകരണത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനവും രീതികളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനി ചികിത്സാക്രമം പരിശോധിക്കാം. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നല്ല ശുദ്ധവെള്ളത്തിൽ അവർ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കും. നമ്മുടെ മുഖത്തുള്ള പൊടി, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഓയിൽ, അതൊക്കെ പെട്ടെന്ന് ഒന്ന് കളയാനായിട്ട് നല്ല ശുദ്ധവെള്ളത്തിൽ മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കും. അതിനുശേഷം നാൽപ്പാമരാതി കേരം അല്ലെങ്കിൽ ഏലാതി കേരം ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് അവർ മസാജ് ചെയ്യും. ഈ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മുടെ ഫേസിന് ഏറ്റവും വളരെയധികം ഫലപ്രദമായ ഒന്നാണ് ഈ മസാജിങ്. അത് നല്ല അതിൻ്റേതായ ആംഗിളിൽ, അതേ പൊസിഷനൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യണമെങ്കിൽ അത് മാത്രം മതി കേട്ടോ നമ്മുടെ ഫേസിന്. അത് ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന മസാജിങ് ആയിരുന്നു. ഫേസിൽ ഒരുപാട് നേരം മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ കൂടാനും അതുപോലെ തന്നെ ഫേസിൽ നല്ല ഗ്ലോയൊക്കെ വരാനായിട്ട് ഇത് യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ആയുർവേദത്തിന് മാത്രമല്ല, ഏതൊരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിലും നമുക്ക് ആ മസാജ് ചെയ്യുന്ന ഒരു ആംഗിളൊക്കെ അറിയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ്. നമ്മൾ പുറത്ത് പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ അവർ മസാജിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു വേറെ രീതിയാണ്.
ഇതാണ് കറക്റ്റായിട്ടുള്ള നമ്മുടെ ഫേസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു മസാജിങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വെറുതെ ഒന്ന് ഒരു 5 മിനിറ്റ് ചെയ്യുന്നതിലല്ല കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫേസിന് എത്ര മസാജിങ് കിട്ടുന്നു അങ്ങനെ ഇരിക്കും നമ്മുടെ ഫേസിലുള്ള മാറ്റത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇതൊക്കെ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ എത്ര നേരം മസാജിങ് അനുസരിച്ചാണ്. അത് ആ ഒരു ആംഗിളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നമ്മുടെ ഫേസിൽ വരും. അങ്ങനെ എണ്ണ വെച്ചിട്ട് മസാജിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യുന്നത് അവർ മുഖം ഒന്ന് വേർപ്പിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഹോൾസൊക്കെ തുറന്ന് അതിൻ്റെ അകത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ടായിട്ട് അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ആര്യവേപ്പില കഷായമാണ്. അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യും. അതിനുശേഷം ഒരു ടവൽ വെച്ചിട്ട് ആ ഓയിൽ നമ്മുടെ മുഖത്ത് പറ്റിയിരുന്ന കേരം, നാൽപ്പാമരാതി കേരം നന്നായിട്ടൊന്ന് തുടച്ച് കളയാണ് ചെയ്യുന്നത്. ഫേസിൽ ആവി പിടിച്ചതിന് ശേഷം, ഫേസിലെ ഹോൾസൊക്കെ ഓപ്പൺ ആയതിനു ശേഷം അവർ സ്ക്രബ് ചെയ്യുന്നുണ്ട്. സ്ക്രബ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഏലാതി ചൂർണം അല്ലെങ്കിൽ നാൽപ്പാമരാതി ചൂർണോ. അത് നമ്മുടെ ഫേസിൻ്റെ ഒരു ഘടന അനുസരിച്ച്, നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടോൺ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ അവർ യൂസ് ചെയ്യുക. അത് ഡോക്ടർ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഘടന എന്താണെന്ന്. അതനുസരിച്ചാണ് നമുക്ക് സ്ക്രബ് അവർ സജസ്റ്റ് ചെയ്യുക. സ്ക്രബ് എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുറച്ചധികം നേരം തന്നെ സ്ക്രബ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ മുഖത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോവുള്ളൂ. അതും അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് സ്ക്രബ് അത്ര നല്ലതല്ല. കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ ചിലർക്ക് പിമ്പിൾസൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് അവർ സ്ക്രബും കാര്യങ്ങളൊക്കെ ഇടുക. സ്ക്രബ് ഒരു 10 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് കളയും, തുടച്ച് കളയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർ വാഷൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കളയാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അവർ മുഖത്തിടുന്ന ഫേസ് പാക്ക് എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഇതൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് വരെ ഒരു ഫേഷ്യൽ പാക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഫേസിൽ അത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വരെ അവർ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഫേഷ്യൽ പാക്കും ഇതുപോലെ തന്നെയാണ്, നമ്മുടെ ത്വക്കിൻ്റെ ഘടന അനുസരിച്ചാണ് അതും അവർ അതിലെ ഇൻഗ്രീഡിയൻസും സെലക്ട് ചെയ്യുന്നത്. തൊലിയുടെ ഒരു തരം അനുസരിച്ച് പാക്കുകൾ അവർ എടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് പാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ലീവ്സ് പാക്ക് ഉണ്ട്. ഫ്രൂട്ട്സ് പാക്കിൽ അവർ യൂസ് ചെയ്യുന്നത് പപ്പായ, ഓറഞ്ച്, ആപ്പിള്, പൂവമ്പഴം, കദളിപ്പഴം അങ്ങനെയൊക്കെയാണ്. പഴമൊക്കെ മിക്സിയിലടിച്ചിട്ട് അതിൽ മുൾത്താനിമിട്ടി ചേർത്തിട്ടാണ് പാക്കായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ലീവ്സ് പാക്ക് എന്ന് പറയുന്നത് ആര്യവേപ്പില, മൈലാഞ്ചി, കസ്തൂരി മഞ്ഞൾ അതൊക്കെയാണ് ലീവ്സ് പാക്കിൽ വരുന്നത്. നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് അതാണ് കേട്ടോ. ഏലാതി ചൂർണം, മുൾത്താനി മിൽട്ടി, നവരയരി ഇതൊക്കെ ചേർത്തിട്ടും അവർ പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഫേസിൻ്റെ ടോൺ അനുസരിച്ചാണ് ഈ പാക്കുകളൊക്കെ അവർ സെലക്ട് ചെയ്യുക. അങ്ങനെ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത നിറം മാറാനും അതുപോലെ കണ്ണിന് നല്ല കൂളിംഗ് ഒക്കെ കിട്ടാനായിട്ട് ഓറഞ്ച് നീരിൽ ബഡ്സോ അല്ലെങ്കിൽ പഞ്ഞിയിലോ ഓറഞ്ച് നീരിൽ വെച്ചിട്ടാണ് അവർ കണ്ണിലിങ്ങനെ വെക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് വെക്കുന്ന പോലെ അതുപോലെ തന്നെ കോൾഡ് വാട്ടറൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇവർ ചെയ്യുന്നത്
ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ. അത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത കളറൊക്കെ മാറ്റാനായിട്ട് യൂസ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഫേസ് ഇതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യും അവർ. അതിനുശേഷം വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നോട് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പോയി വാഷ് ചെയ്തു. നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു. ഫേസിന് ഒരു ഡിഫറെൻറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് കിട്ടുക. അത് മാത്രമല്ല ഇതിന് വേറെ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. പിന്നെ സ്പോട്ട് ഞാൻ പറഞ്ഞില്ല, ഇരിഞ്ഞാലക്കുട ആസാദ് റോഡ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇരിഞ്ഞാലക്കുട ആസാദ് റോഡാണ് ഈ ഒരു ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇവിടുത്തെ ഫോൺ നമ്പറൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറിക്ക് വേണ്ടി വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നായാലും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഒരുപാട് വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഫേസിന് മാത്രമല്ല ബോഡിക്ക് മസാജിങ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പാക്കൊക്കെ ഇട്ടതിന് ശേഷം അവരൊരു സൺസ്ക്രീനായിട്ട് നമുക്കൊരു പേസ്റ്റ് തരുന്നുണ്ട് സൺസ്ക്രീനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അത് ഒരു ആയുർവേദ സൺസ്ക്രീനാണ്. അത് നമ്മുടെ ഫേസിൽ ഇത് കഴിയുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്യണം. അതിന് കുറച്ചൊരു ഓയിലി കൺസിസ്റ്റൻ്റ് ആണ് ഉള്ളത്, കുറച്ച് ഓയിലി ടൈപ്പാണ്. അതിപ്പോൾ എല്ലാ ആയുർവേദ ഓയിൽമെൻറ്റ്സും അങ്ങനെയാണല്ലോ, കുറച്ച് അധികം ഓയിലി ആയിരിക്കും. അത് ശതദൗദ്രഗ്രൂതം എന്ന് പറഞ്ഞൊരു പേസ്റ്റാണ്, അതൊരു ഓയിൽമെൻറ്റാണ്, സൺസ്ക്രീനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ വെയിൽ കൊള്ളാതിരിക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് വളരെ നല്ലതാണ് കേട്ടോ. ഈ ഫേഷ്യൽ ചെയ്തതിന് ശേഷം മാത്രമല്ല, നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്തും നൈറ്റൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് ഫേസിന് ഭയങ്കര നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എൻക്വയറി നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ബൈ.